ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ പ്രതിയെ കൊച്ചുവേളിയിൽ വെച്ച് റെയിൽവേ പോലീസിന് പിടികൂടാൻ സാധിച്ചു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം സ്വദേശിയാണ് പ്രതി. അതോടൊപ്പം തന്നെ എന്ത് കാരണത്തിലാണ്, അതായത് മദ്യപിച്ച് കമ്പാർട്ട്മെന്റിൽ എത്തിയ ആളാണ്, അതായത് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ മദ്യപിച്ചെത്തിയ ആളാണ് ഇത്തരത്തിൽ യുവതിയെ തള്ളിയിടുന്നത്. അത് എന്ത് കാരണത്താലാണ്, അവിടെ എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കുന്ന രീതി അല്ലെങ്കിൽ പ്രവണത ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ മദ്യലഹരിയിലുണ്ടായ കാരണം മാത്രമാണോ ഇതിന് പിന്നിൽ എന്നതും വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം, അതായത് ഇയാളെ ചോദ്യം ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. റെയിൽവേ പോലീസാണ് നിലവിൽ അറസ്റ്റ് അല്ലെങ്കിൽ പിടികൂടിയിട്ടുള്ളത്. ഇത് ഒരുപക്ഷെ ബാക്കിയുള്ള, അതായത് യുവതി നിലവിൽ അബോധാവസ്ഥയിലാണ്. യുവതിയുടെയും ബോധം തിരിച്ചു കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ആരോഗ്യപൂർണ്ണമായും ലഭിക്കുന്ന ഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ എന്താണ് പ്രശ്നത്തിന് കാരണം അല്ലെങ്കിൽ അക്രമത്തിന് കാരണം എന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും യുവതിയുടെ പരിക്ക് ഗുരുതരമാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ വർക്കല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി അല്പസമയത്തിനകം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിട്ടും തുടർ ചികിത്സ എന്നും മനസ്സിലാക്കുന്നു. ഏതായാലും ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്ത യുവതിയാണ്. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഗീത എന്നതാണ് യുവതിയുടെ പേര് എന്നതും കൂടിയാണ് പ്രാഥമികമായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ നടന്നു വരികയാണ്.